അമ്മയോട്ടിരിക്കേ ഗുള കഴിക്കാൻ സമയമായി. വേഗം വരണേ. വെള്ളം മാറ്റിട്ട് ബസ് വരാൻ താമസിക്കും. വരാൻ വരാം. അതെ അതെ, വൈകുന്നേരം ആകുമ്പോഴേ നമ്മുടെ പയ്യന്മാരെല്ലാം കൂടെ മാധവിയമ്മയല്ലേ? അതെ മോനെ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് ചോറ് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. നീ ഇതാരാ? ഇതെന്റെ കൂട്ടുകാരൻ ഉണ്ണിയുടെ അമ്മയാ. എന്താ അമ്മ വെള്ളം കുടിക്കേ? മോനെ ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ ബിനിമോനാ. എന്നെ കണ്ടിട്ട് അളിയാ, നീ അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ? അമ്മയുടെ മോൻ എന്തോ അല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതളിയാ, ഇതിനകത്തൊരു താഴെ കുറവുണ്ടല്ലോ. എന്റെ പൈസയിൽ 1 രൂപ കുറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. എന്നെ ഉപയോഗിക്കില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ല. അതൊക്കെ മാസം തരാം. നിന്റെ പൈസ തന്നെ എനിക്ക് വേണ്ട. ചിന്ന, ഇവനെ വിളിച്ചോ, വീട്ടിലെ ജോലികളൊക്കെ ചെയ്യിക്കോ. ചിന്ന, എന്നാ മകളി? പൈസ തിരിച്ചു തരാത്തവർക്കെല്ലാം ഇതൊരു പാഠമായിരിക്കണം. എനിക്കുള്ള പൈസ ദൈവം തന്നതാണ്. അത് ഞാൻ അവർക്ക് ചുമ്മാതെ കൊടുക്കില്ല. നോക്കി നിൽക്കാതെ അവനെ വിളിച്ചോണ്ട് പോയി കിട്ടാനുള്ള പൈസ മേടിച്ചു വേണം. തമ്പി ഇങ്ങ വേണ. എങ്ങനെയുണ്ട്? കുറവുണ്ട്. രാവിലത്തെ വിളി കഴിച്ചോ? ഞാൻ പിന്നെ കഴിച്ചോളാം. എന്റെ മാമനെ അത് ഉണ്ണി പോണ്ട. ഞാൻ പൊക്കോളാം. വേണ്ട വേണ്ട, ഇവിടെ എന്താ ഞങ്ങളെ ഇവരൊക്കെ ആയിട്ട്? നിന്റെ മകൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവനിവിടെ ഒളിച്ചിരിക്കുകയാണ്. അവന്റെ ചെരുപ്പ് കൂടെ കിടപ്പുണ്ട്. അവനെ വിളിക്കുമോ? എന്താ അമ്മാവ? നിങ്ങൾക്ക് ഞങ്ങൾ സമയം കഴിഞ്ഞ് നിങ്ങളുടേതായ ഒരു സാധനം ഈ വീട്ടിൽ കാണരുത്. ഇറങ്ങിക്കോളാൻ രണ്ടാളും. പലിശ മൂലമല്ല ഞങ്ങൾ തന്നില്ലേ? നീ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പിടിച്ചെടുക്കണേ. വേണ്ട മോനെ വേണ്ട, അവരെന്തോ കാണിച്ചോട്ടെ. നമുക്ക് പോവാം ഞങ്ങളെ ഇങ്ങനെ ഇറക്കി വിടുന്ന എന്തിനാടാ ദ്രോഹി? എടാ വിജയ, നീ ചെയ്യുന്നത് ദ്രോഹമാടാ. നിന്റെ പലിശയും മുതലെല്ലാം ഞങ്ങൾ തന്നു തീർത്തതാ. ഇതിന് നിനക്ക് വേറെ മാപ്പ് തരില്ലടാ. നിന്റെ മാപ്പാർക്ക് വേണം. എനിക്ക് തരാനുള്ള 5 ലക്ഷം രൂപ പലിശയും തരാത്ത വർഷം ഈ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്ത് മുതലാക്കി. നമുക്ക് പോവാം. അടച്ച് പൂട്ടണ. ഇനിയിപ്പോ നിങ്ങൾ എങ്ങോട്ട് പോകാനാ തീരുമാനം? അവരിനി എങ്ങോട്ടും പോകുന്നില്ല. അവരിനി എന്റെ വീട്ടിലോട്ട് വരാൻ പോന്ന. ബാമ വേണ്ടല്ലേ, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്തോളാം. നീ ഒന്ന് പോടാ അവിടുന്ന്. ബാഗ് എടുത്തുണ്ടോ? കഴിക്ക്. ബിനു, എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റൂടാ? ഞങ്ങളുടെ ക്ലബിലെ പരിപാടി കഴിയട്ടോ. ഞങ്ങളിവിടെ പണിക്കൊണ്ടോ. നീ വിഷമിക്കാതെ. ഇവന്റെ കാര്യം ആലോചിച്ച് ഒരു പോളക്കണ്ണുറങ്ങിയിട്ടില്ല. ആ വിജയനെ ഒരു 8 പണി കൊടുക്കണം. ശരി അളിയാ, അവന് 2 പൊട്ടികൾ കൊടുക്കണം. അല്ലെ അയാളെ അവിടെ പോയി അങ്ങനെ ഒന്നും അടിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് അവിടെ വലിയ ബന്ധങ്ങളുള്ള ആളാണ്. അയാൾക്ക് വല്ല വീക്ക്നെസ്സും ഉണ്ടോ? അയാളുടെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് അശോകനെ ഒന്ന് കാണണം. നീ വന്ന ചേട്ടാ. കോസ്റ്റി ഷോപ്പിന്റെ ഉദ്ഘാടനം. ഇതുകൊണ്ടൊരു പണിയുണ്ട്. എന്തിനാണ് അയാൾ വരാൻ പറഞ്ഞത്? ഞാനിത് കപ്പലിന് വെച്ച് വെച്ച പേപ്പറാണ്. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു കോച്ചിങ് സെന്ററിന്റെ പരസ്യമല്ലേ? കാര്യം എനിക്ക് മനസ്സിലായി. നമുക്ക് ഇതുകൊണ്ടൊരു കളി കളിച്ചാലോ? എന്ത് കളിയാടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നടന്നാൽ വിജയനെ കിട്ടുന്ന 8ന്റെ പണിയായിരിക്കും. ആദ്യം നമുക്കൊരു നാടനടി ഒപ്പിക്കണം. അതിനെ നിങ്ങൾ വിഷമിക്കണ്ട. എൻ്റെ സുഹൃത്ത് നാടകം. അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ അവൾ പണി തുടങ്ങും. എങ്കിൽ കൊടുകൈ. உங்களை பாக்குறதுக்கு ஒரு பெண்ணு வந்துருச்சு.
ആരാണ്? എന്ത് വേണം? എന്റെ പേര് പാർവതി. ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുവാ. എനിക്ക് ഇവിടെ അടുത്തൊരു ജോലി കിട്ടി. തൽക്കാലം എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം. വാടക എത്രയായാലും പ്രശ്നമില്ല, ഒന്ന് സഹായിക്കണം. ആരാ എന്തോന്ന് അറിയാതെ എങ്ങനെ വീട് തരും? ഇവിടെ വീടൊന്നുമില്ല. ഓ, മുതലാളി എടുത്ത് വന്നാല് വെറുതെ വിടത്തില്ലെന്ന് ഈ നാട്ടുകാരെല്ലാം പറഞ്ഞു. എന്നെങ്കിൽ ഞാൻ പോയിക്കോളാം. ഒന്ന് നിന്നേ. വീട് ഞാൻ തരാം. കൃത്യമായി വാടക തരണം. 2000 രൂപ വാടകയാണ്. തരാ സാറേ. ചിന്ന, ആ മാധവ വീടിന്റെ താക്കോല കൊണ്ടേ കാണി. ശരി, വീട്ടിൽ പോവാ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലയോന്ന്? ആ സാറോ, വാ കേറിയിരിക്കും. ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. എല്ലാ ദൈവങ്ങളെയും എനിക്ക് ഇഷ്ടമാണ്. കുടിക്കാൻ വെള്ളം എടുക്കട്ടെ? விடு சார, விடு சார, விடு சார, விடு சார. ஹலோ, தம்பி சொன்னாரு முதலாளி வீட்டுல இருக்கான். அக்கா அக்கா அக்கா, முதலாளி வீட்டுல இருக்காரா? എന്താടാ ചിന്ന? முதலாளியை பார்க்க வக்கீல் வந்திருக்காரு. சீக்கிரம் வீட்டுக்கு போங்க. എല്ലാം വിചാരിച്ച കൂട്ട് നടക്കൂടാ. നിങ്ങൾ നാളെ 2 മണിയാകുമ്പോഴത്തേക്ക് വാ. എല്ലാം ഓക്കെ, സെറ്റ് ആക്കാടാ. നമുക്ക് നാളെ ഓക്കെ, റെഡി. എന്റെ ഡ്രസ് എങ്ങനെ ഉണ്ട്? സൂപ്പർ ഡ്രസ്. കമ്പനി അടിപൊളിയായിരിക്കണം. ഒരു കാരണവശാലും പിടിക്കാതെ അവന് മുട്ടനൊരു പണി. സാറോ, വാ കേറിയിരിക്കും. നീ പേടിക്കൊന്നും വേണ്ട. അതിന് കമ്പി വല്ലതും ആയിരിക്കും. ഞാൻ നോക്കട്ടെ. പോലീസാണ്. എന്ത് വേണ്ട പരിപാടി? എന്തിനാ അവിടെ വന്നേ? ഞാനിവിടെ പലിശ മേടിക്കാൻ സാറേ. സാറേ, ഇയാള് എനിക്ക് അറിയത്തില്ല സാറേ. സാറേ, ഇയാള് എനിക്കൊന്നും അറിയത്തില്ല സാറേ. നിങ്ങൾ അടുത്തോട്ട് ഇങ്ങനെ വാങ്ങിക്കണ ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കണം. പൊന്നു സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദേവി തന്നെ നാറ്റിക്കരുത്. നീ ഒന്നും ചെയ്യണ്ട. സ്റ്റേഷൻ വേണ്ടി നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. സാറേ, പുറലോകം അറിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതിനെല്ലാം കാരണക്കാരൻ ഇയാളാ. എന്ത് തലവേദനയെന്ന് പറ. ഒരു കാര്യം ചെയ്യാം, ഈ കേസ് നമുക്ക് ഒതുക്കി തീർക്കാം. 5 ലക്ഷം രൂപ തരണം. 5 ലക്ഷം രൂപ? സാറേ, 5 ലക്ഷം ഒന്നും തരാൻ എന്റെ ഇല്ല. ഒരു 2 ലക്ഷം രൂപ തരും. വേണ്ട, നീ 5 ലക്ഷം തരണ്ട, 2 ലക്ഷം തരണ്ട. നടക്ക്, സ്റ്റേഷനിൽ നടക്കും. എന്റെ പൊന്നു സാറേ, 5 ലക്ഷം രൂപ ഞാൻ തരാം. പൈസ വീട്ടിലിരിക്കുക. എന്റെ കൂടെ വീട്ടിലോട്ട് പോവാ. കക്കത്തിലായി നോക്കണം. സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ ഒരിക്കലും അത് സത്യം. അവനായി വിഷമിച്ചിരിക്കുന്നു. വിഷമം കണ്ടോ? ആ വിഷമം ഇന്ന് തന്നെ അവന് മാറ്റി കൊടുക്കണം. നിങ്ങൾ പോയ കാര്യം എന്തായി? പാർവതി, നീ നീക്ക്. പാർവതി, ആ പൈസ കൊടുക്ക്. എടാ, ഈ കോസ്റ്റ്യൂം ഒക്കെ കടയിൽ കൊടുക്കണം. നീ അമ്മയും കൂടി ജംഗ്ഷനിലോട്ട് പോവാ. ഞങ്ങൾ അങ്ങോട്ട് പോവാം.